പറ്റൂ. അതിന് ഞാനെന്ത് വേണം? അമ്മ മഞ്ജുവിന്റെ മീതെ സമ്മർദ്ദം ചെലുത്തിയാൽ കാര്യം നടക്കും. അങ്ങനെ എന്തെങ്കിലും വില എന്റെ വാക്കിന് അവള് നൽകിയിരുന്നുവെങ്കിൽ നിന്നെ അവൾ അറസ്റ്റ് ചെയ്യില്ലായിരുന്നു. നിനക്ക് വേണ്ടി ഞാൻ അവളോട് അത്രമാത്രം അപേക്ഷിച്ചിരുന്നു. പക്ഷേ മഞ്ജു ഒരു കാര്യം തീരുമാനിച്ച പിന്നെ അതിൽ ഉറച്ചു നിൽക്കും. ഈ അവസ്ഥയിൽ നമ്മളെല്ലാവരും നിസ്സഹായരാ. എന്റെ ഭർത്താവിനെ കള്ളക്കേസ് കുടുക്കി ജയിലിലാക്കിയത് അവരെല്ലാരും കൂടി മുകുന്ദന്റെ പുതിയ വീട്ടിൽ ആഘോഷിക്കുക. ഇതെല്ലാം കണ്ടിട്ടും ഞാൻ പ്രതികരിക്കാതെ നിൽക്കണോ? പ്രതികരിക്കണ്ടെന്ന് ആരാ പറഞ്ഞത്? നിന്നെ കൊണ്ട് പറ്റുന്നത് പോലെ എല്ലാം നീ പ്രതികരിക്കും. പക്ഷെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചില്ലെന്ന് വേണ്ട. മുകുന്ദനും മഹിമയൊന്നും പണ്ടത്തെ ആളുകളല്ല. ഇനി അവരോട് മുട്ടാൻ പോകുമ്പോ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നന്നായിട്ട് ആലോചിക്കണം. നിനക്ക് ജാമ്യം കിട്ടിയതുപോലെ നിയമപരമായ വഴിക്ക് എന്തെങ്കിലും നടക്കുമെന്ന് നോക്ക്. അല്ലാതെ വെറുതെ പ്രശ്നത്തിനൊന്നും പോകണ്ട. ജയിലിൽ നിന്ന് ഇപ്പൊ നീ ഇറങ്ങിയതല്ലേ ഉള്ളൂ. തിരിച്ച് അതിനകത്തേക്ക് കയറാൻ ധൃതി കൂട്ടണോ? എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഭക്ഷണം കഴിക്കാതെ പോകണ്ട. ഇങ്ങനൊരമ്മയെ ശത്രുക്കൾക്ക് പോലും കൊടുക്കരുതെന്ന എന്റെ പ്രാർത്ഥന. സഞ്ജുവിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. അത് കഴിഞ്ഞാ ഇവരെ എല്ലാരും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്ത് പറ്റി ജഡ്ജി സാറേ? ഭയങ്കര ടെൻഷനാണല്ലോ. ഏതെങ്കിലും പ്രമാദമായ കേസിന്റെ വിധി പറയാനുണ്ടോ? ഇവിടെ ഞാൻ എന്റെ വിധി എന്താവും അറിയാതെ പേടിച്ചിരിക്കുമ്പോഴാ. നീ പ്രശ്നം എന്താണെന്ന് പറ. എടാ, നിന്റെ അനിയത്തി തന്നെ പ്രശ്നം. പുതിയ വീടൊക്കെ കണ്ടിട്ട് മഹിമ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. കൃത്യസമയത്ത് തന്നെ സ്വപ്ന കയറി വന്ന് എല്ലാം കുളമാക്കി. ഞാൻ സ്വപ്നയുടെ മുമ്പിൽ ആളാകാൻ നോക്കിയെന്നാ മഹിമ വിചാരിച്ചിരിക്കുന്നത്. ഏയ്, അവള് നിന്നെ വെറുതെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞത്. നിനക്കാണോ എനിക്കാണോ അവളെ കൂടുതൽ നന്നായിട്ട് അറിയാ? അത് നിനക്ക് തന്നെ. ആ, ആണല്ലോ. ആ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. മഹിമയ്ക്ക് ഉറപ്പായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ദേഷ്യം അവള് ഉറപ്പായിട്ട് നിന്നോട് തീർക്കും. ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മഹിമയ്ക്ക് നിന്നോട് എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ തന്നെ ഗൗരമ്മയുടെ മുന്നിൽ വെച്ച് അവളത് കാണിക്കോ? ആ, അതില്ല. അമ്മയ്ക്ക് വിഷമാവുന്ന കരുതി അവള് മിണ്ടാതിരിക്കുള്ളൂ. അമ്മ ഇവിടെയുള്ളിടത്തോളം കാലം എനിക്ക് പേടിക്കാനൊന്നുമില്ല. അവളുടെ പിണക്കം പതുക്കെ പറ്റിയെടുത്താ മതി. എടാ മോനെ, ഞാൻ ഇറങ്ങുവാ. എങ്ങോട്ട്? ഞാൻ പറഞ്ഞില്ലേടാ, എനിക്ക് ഷൂട്ടുണ്ട്. ഇപ്പോഴോ? പാല് കാച്ചിന് നിർബന്ധമായും പോണോന്ന് പറഞ്ഞിട്ടാ ഞാൻ ഇതുവരെ സമയം ചോദിച്ചത്. തിരിച്ച് സെറ്റിലേക്ക് പോണം. എടാ, ഇന്ന് നൈറ്റ് ഷൂട്ടാ. ഞാൻ നാളെ രാവിലെ വരൂ. അയ്യോ അമ്മേ, ഞങ്ങളോട് ഒറ്റക്കാക്കിട്ട് പോവല്ലേ അമ്മേ. ആ, അതിനെന്താ? ഇങ്ങനെ ഒരു അവസരം കിട്ടിയ നീ സന്തോഷിക്കുന്ന ഞാൻ വിചാരിച്ച. പോടാ അമ്മ പോയല്ലേ? ഗിരിയെ, പോയിട്ട് വരട്ടെ. പോടാ. ചിരിക്കില്ലടാ, എന്റെ കാര്യത്തിൽ തീരുമാനമായി. വക്കീലേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മുകുന്ദ? അല്ല, നിങ്ങൾ ഇത്ര പെട്ടെന്ന് പോയാ എങ്ങനെ ശരിയാവുക? ഇന്ന് ഇവിടെ താമസിച്ചിട്ട് പോയാ മതി. അല്ല, അതെന്തിനാ? ആദ്യമായിട്ട് ഞങ്ങൾക്ക് വന്ന അതിഥികളല്ലേ നിങ്ങള്, അല്ലേ? അതുകൊണ്ടേ നിങ്ങളെ നന്നായിട്ട് സൽക്കരിച്ചിട്ട് ഞങ്ങൾ തിരിച്ചയക്കുന്നുള്ളൂ. അല്ലേ മഹിമേ? ഉണ്ടോ? ചേച്ചി എന്തിനാ ഇത്ര ധൃതി പിടിച്ച് പോകുന്നേ? ഞങ്ങൾ ഈ വീട്ടിലേക്ക് മാറിയിട്ടുള്ള ആദ്യത്തെ ദിവസമല്ലേ? അതിന്റെ സന്തോഷം പങ്കുവെക്കാൻ ഞങ്ങൾക്ക് നിങ്ങളല്ലേ ഉള്ളൂ. നിന്നാലേ കിരീട്ടാ. ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ. നിനക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ജയിലിൽ പോയാ സാധാരണ അങ്ങനെയാ സംഭവിക്ക. ഗിരിയാണല്ലോ. ഹലോ മോനെ. അമ്മേ,
മുകുന്ദനും മഹിമയ്ക്കും ഞങ്ങളിവിടെ നിൽക്കണമെന്നൊരാഗ്രഹം. അതിനെന്ത്, മഞ്ജുവിന് അത് സന്തോഷാവും. ശരിയമ്മേ, ഞങ്ങൾ രാവിലെ എത്തും. ശരി മോനെ. എന്നെ തോൽപ്പിച്ചതിന്റെ ആഘോഷമൊന്നും കഴിഞ്ഞു കാണില്ലായിരിക്കും. അവരല്ല നിന്നെ തോൽപ്പിച്ചത്, നിന്റെ തീരുമാനങ്ങളാ നിന്നെ തോൽപ്പിച്ചത്. നീ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട. മഹിമയും മുകുന്ദനും ഗിരിയേട്ടനും മഞ്ജുവിനും ബലമായി മാറിയ പിന്നെ നിന്റെ കളികളൊന്നും നടക്കില്ല. അവരുടെ ബന്ധം തകരാതെ മഹിമയും മുകുന്ദനും നോക്കും. ഇപ്പൊ തന്നെ ഗിരിയേട്ടനും മഞ്ജുവും ആ വീട്ടില് പ്രേമിച്ച് നടക്കുമായിരിക്കും. നീ മഞ്ജുവിനോട് ചെയ്തത് എന്താണെന്ന് മഹിമ അറിഞ്ഞ നിന്റെ കാര്യം കട്ട പുകയായിരിക്കും മോളെ. പ്രീതി ഇത്രയും പ്രശ്നക്കാരിയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അവൾ എല്ലാവരെയും നന്മമരം കളിച്ച് പറ്റിക്കായിരുന്നു. നമ്മുടെ കുടുംബത്തെ ഉള്ളിൽ നിന്ന് തകർത്തുകൊണ്ടിരിക്കുമ്പോഴും അവൾ നമ്മുടെ നല്ലതിനു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നാ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചത്. ചേച്ചി വിഷമിക്കണ്ട. അവള് കാണിച്ചു കൂട്ടിയതിനെല്ലാം ഞാൻ എണ്ണി പകരം ചോദിക്കും. ഏയ്, ഇനി നീ ഒരു പ്രശ്നത്തിനും പോണ്ട. ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. തൽക്കാലം നിന്റെ പഠിപ്പിലും കുടുംബത്തിലും ശ്രദ്ധിക്കാൻ നോക്ക്. പ്രീതിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തൊക്കെ പറഞ്ഞാലും പ്രീതിയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ ചേച്ചി എടുത്ത തീരുമാനം തെറ്റായി പോയിന്നേ ഞാൻ പറയും. ഗിരിയേടിനെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ മൊഴി കൊടുത്തതുകൊണ്ടാണ് അവളുടെ കുടുംബം അവളെ നകുന്നതെന്നാ ഞങ്ങളെ വിശ്വസിപ്പിച്ചത്. അതിന്റെ കുറ്റബോധവും അവളോടുള്ള കടപ്പാടും കൊണ്ടാ അവളെ വീട്ടിലോട്ട് ക്ഷണിച്ചത്. പക്ഷേ അത് ഇത്രയും വലിയ അബദ്ധമായി മാറുമെന്ന് ഞാനും കരുതിയില്ല. എന്നാലും മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിന്റെ പുറകെ നടക്കാൻ അവൾക്ക് നാണമില്ലേ? അങ്ങനെ ചിന്തിക്കാനൊന്നും അവൾക്ക് കഴിയില്ല. പ്രണയത്തിന് തടസ്സമെന്ന് കണ്ടപ്പോ സ്വന്തം കുഞ്ഞിനെ ഒഴിവാക്കാൻ പോലും അവൾക്ക് മടിയില്ലായിരുന്നു. അതിന് ഗിരിയേട്ടനും കൂട്ടുനിന്നില്ലേ? ഗിരിയേട്ടനെ എന്തോ പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാ. അതെന്താണെന്ന് ചേച്ചിക്ക് ഗിരിയേട്ടനോട് ചോദിച്ചൂടെ? വേണ്ട, ഞാൻ അങ്ങനെ ചോദിച്ചാലേ എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമില്ലെന്നാവില്ലേ. എന്നെങ്കിലും ഗിരിയേട്ടന് തന്നെ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറയണമെന്ന് തോന്നും. അതുവരെ ഞാൻ കാത്തു നിന്നോളാം. ഗിരിയേട്ടനെ കണ്ണടച്ച് വിശ്വസിച്ച് പ്രീതിയെ വളരാൻ അനുവദിക്കരുത് ചേച്ചി.